പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് കാലത്തിൻ്റെ 3-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവ്വം കടക്കുന്നു. ഈശോയുടെ ഉയർപ്പ് വഴി നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സന്തോഷങ്ങൾക്കും നന്ദി പറയാം. ഉയർത്തെഴുന്നേറ്റ ഈശോയോടുകൂടെ ജീവിതം എപ്പോഴുമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഇന്ന് വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെ വാക്യങ്ങളാണ്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം തിബേരിയസ് കടലിൻ്റെ തീരത്ത് അത്ഭുതകരമായൊരു മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് അവർക്ക് ഭക്ഷണവും കൊടുത്തിട്ട് ഈശോ പത്രോസിനെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. സഭയുടെ ഉത്തരവാദിത്വം പത്രോസ് വഴി ശിഷ്യന്മാരെ എല്ലാം ഏൽപ്പിക്കുന്ന കാര്യമാണ്. പത്രോസിനെ അജപാലകനായി തിരഞ്ഞെടുക്കുന്ന കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ ധ്യാന വിഷയം. ഉയർത്തെഴുന്നേറ്റ ഈശോ തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് തൻ്റെ സ്വത്തായ മണവാട്ടിയായ സഭയെ, അജഗണത്തെ പത്രോസിനെ ഏൽപ്പിക്കുന്നതാണ്. അതിനെ മേയിക്കാൻ വേണ്ടി, നോക്കി നടത്താൻ വേണ്ടി പത്രോസിനെ ഏൽപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഈശോയുടെ ജീവിതകാലത്ത് ഈശോയുടെ പീഡാനുഭവ നാളുകളിൽ 3 തവണ പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞത്. അതിന് പകരം എന്ന രീതിയിൽ ഈശോയുടെ 3 തവണ ഈശോയെ ഏറ്റുപറയിപ്പിച്ചിട്ടാണ് പത്രോസിനെ ചില പ്രധാന കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചിട്ടാണ് ഈ സുപ്രധാന ദൗത്യം ഏൽപ്പിക്കുന്നത്. ഒരേ ചോദ്യം തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിലും പത്രോസിന് അത് ഓരോ തവണയും ഈശോയുടെ മനസ്സ് കൂടുതൽ കൂടുതൽ വെളിവാക്കി കൊടുക്കുന്ന ചോദ്യമായിരുന്നു. അതുകൊണ്ടാണ് മൂന്നാമത് അതേ ചോദ്യം വരുമ്പോൾ പത്രോസ് പറയുന്നു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്നും നീ അറിയുന്നു. ഓരോ തവണയും ഓരോ അർത്ഥം ഈശോയുടെ മനസ്സ് കൂടുതൽ ആഴത്തിൽ കാണാൻ പത്രോസിന് സാധിച്ചു. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പത്രോസിന്റെ പേര് അവിടെ നിന്ന് മാറ്റി നമ്മുടെ ഓരോരുത്തരുടെയും പേര് വെച്ച് നമ്മൾ ഇതേ ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. നമ്മൾ ഓരോരുത്തരും മറ്റെല്ലാത്തിനേക്കാൾ അധികമായി ഈശോയെ സ്നേഹിക്കുന്നോ എന്ന ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഈ തിരുവചന ഭാഗവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാനമായ ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഓരോ ദൈവവിളിയും, അത് പൗരോഹിത്യമാകട്ടെ, സന്യാസമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, ഏകസ്ഥ ജീവിതമാകട്ടെ, ഓരോ ദൈവവിളിയും 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നൽകപ്പെടുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോയുടെ ചോദ്യത്തിൽ നിന്നാണ് നമുക്ക് ഈ കാര്യം മനസ്സിലാവുന്നത്. ഒന്നാമത്തെ കാര്യം, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നമ്മുടെ ഓരോ ദൈവവിളിയും നമ്മൾ ജീവിക്കേണ്ടത്. പൗരോഹിത്യത്തിലോ സന്യാസത്തിലോ കുടുംബജീവിതത്തിലോ ഏകസ്ഥ ജീവിതത്തിലോ ആയിരിക്കുമ്പോഴും ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നീ മറ്റെല്ലാവരിലും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ തരുന്ന ഈ ദൈവവിളിയിലേക്ക് വരുന്നു. ഈശോയോടുള്ള സ്നേഹമാണ് നമ്മുടെ ജീവന്റെ അടിസ്ഥാനം, ജീവിതത്തിന്റെ അടിസ്ഥാനം, നമ്മളായിരിക്കുന്ന ദൈവവിളിയുടെ അടിസ്ഥാനം. അതാണോ എൻ്റെ ജീവിതത്തിന്റെ അടിസ്ഥാനം, അതെയോ മറ്റെന്തെങ്കിലും കാര്യമാണോ ഞാൻ പ്രധാനമായി കാണുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം, ഈശോയോടുള്ള ഈ സ്നേഹമാണ് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ എൻ്റെ മനസ്സിൽ കാരണമായി മാറുന്നത്. പൗരോഹിത്യ ജീവിതം അവനവന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. സന്യാസ ജീവിതം സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയിട്ടാണ്. കുടുംബത്തിൽ ഭർത്താവോ ഭാര്യയോ ആകാൻ വിളിക്കപ്പെടുന്നത് അവനവന് വേണ്ടി ജീവിക്കാനല്ല, മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. ഏകസ്ഥ ജീവിതമാണെങ്കിലും അത് മറ്റുള്ളവർക്കും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാനുള്ള വിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയാണ്. ഏത് വിളിയാണെങ്കിലും ഈശോയുള്ള സ്നേഹത്തെ പ്രതി ആരംഭിക്കുന്ന ആ ജീവിതം അവനവന് വേണ്ടിയല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, സഭയ്ക്ക് വേണ്ടിയാണ്, ഈശോയുടെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ്. പത്രോസിനോടുള്ള ഈശോയുടെ ഈ ചോദ്യത്തിൽ ഈ 2 കാര്യങ്ങളും വ്യക്തമാവുകയാണ്. ഈശോയോടുള്ള സ്നേഹം എന്നിൽ പ്രകടമായിട്ടുണ്ടോ, അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനുള്ള മനസ്സുണ്ടോ? ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ എനിക്ക് സാധിക്കുന്നത് ഈശോ ഏൽപ്പിച്ച ദൈവവിളിയുടെ ജോലിയും അതിൻ്റെ ഉത്തരവാദിത്വങ്ങളും നന്നായി ചെയ്യുന്നതിലൂടെയാണ്. രണ്ടാമത് പ്രധാനമായി നമ്മൾ കാണുന്ന ഒരു കാര്യം, ദിവസവും നമ്മൾ നിരവധി ചോദ്യങ്ങൾ കേൾക്കുന്നവരാണ്. ഉത്തരം പറഞ്ഞും ഉത്തരം പറയാതെയും ഒക്കെ നമ്മൾ ജീവിതത്തിൽ കടന്നു പോകുന്നു. ചില ചോദ്യങ്ങൾക്ക് വാക്കുകൾ കൊണ്ടാണ് മറുപടി പറയേണ്ടത്. എന്നാൽ ചില ചോദ്യങ്ങൾക്കാകട്ടെ ജീവിതം കൊണ്ടാണ് മറുപടി പറയേണ്ടത്.
വാക്കുകളെ കൊണ്ട് മറുപടി പറഞ്ഞ് തീർക്കുന്നതിനേക്കാൾ ജീവിതം കൊണ്ട് മറുപടി പറയുന്നതാണ് കൂടുതൽ ഉചിതം, ശ്രേഷ്ഠമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ പത്രോസിന്റെ ജീവിതവും അത് നമ്മളെ പഠിപ്പിക്കുന്നു. പത്രോസിന് പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് ഈശോയുടെ ഒരു പ്രവചനം പോലെ ഇന്നത്തെ തിരുവചന ഭാഗത്ത് പറയുന്നുണ്ടല്ലോ. പത്രോസ് ഏത് വിധത്തിലുള്ള മരണത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ ഇത് പറഞ്ഞത് എന്നാണ് തിരുവചനം പറയുന്നത്. പത്രോസിനോടുള്ള ഈശോയുടെ ആ ചോദ്യം പത്രോസ് വാക്കുകൾ കൊണ്ട് പറഞ്ഞു നിർത്തേണ്ടതായിരുന്നില്ല, മറിച്ച് ജീവിതം കൊണ്ട് പൂർത്തീകരിച്ച് കാണിക്കേണ്ടതായിരുന്നു. ക്രിക്കറ്റിലെ ഏറ്റവും പേര് അറിയപ്പെടുന്ന ഒരാൾ സച്ചിൻ തെണ്ടുൽക്കറാണ്. കളിക്കളത്തിനകത്തും പുറത്തും വളരെ മാന്യനായ മനുഷ്യൻ. അദ്ദേഹം നല്ല റൺസ് സ്കോർ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് എങ്ങനെയെങ്കിലും ഔട്ടാക്കാൻ വേണ്ടി ബോൾ ചെയ്യുന്ന ആളുകൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് പ്രകോപനപരമായി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, കമന്റുകൾ പറയാറുണ്ട്. സച്ചിൻ തെണ്ടുൽക്കർ ഒന്നിനോടും വാക്കുകൾ കൊണ്ട് മറുപടി പറയാറില്ല. പക്ഷെ സച്ചിന്റെ മറുപടി പലപ്പോഴും ഉടനെ അടുത്ത ബോൾ ഒന്നുകിൽ ഒരു 4 അല്ലെങ്കിൽ ഒരു 6, സാധിക്കുമെങ്കിൽ ശ്രദ്ധിച്ച് കളിച്ച് ആ കളിയിൽ ഒരു സെഞ്ചുറി. സച്ചിൻ വാക്കുകളിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് പലപ്പോഴും ഉത്തരം നൽകിയിരുന്നത്. തൻ്റെ ബാറ്റിങ്ങിലൂടെയാണ്, ജോലിയിലൂടെയാണ് അതിന് മറുപടി നൽകിയിരുന്നത്. സ്നേഹമുള്ളവരെ, വാക്കുകളുടെ കസർത്തിനേക്കാൾ ജീവിതമാകുന്ന മറുപടികളാണ് കൂടുതൽ ഉജ്ജ്വലം. ഈശോയുടെ ഉയർപ്പ് അത് തന്നെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ രാജാവാണോ എന്നും ഈശോയുടെ ദൈവത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. ഈശോ വാക്കുകൾ കൊണ്ട് മറുപടി പറഞ്ഞില്ലെന്ന് മാത്രമല്ല, മൗനമായിരുന്നു എന്ന് തിരുവചനം എടുത്തു പറയുന്നു. പക്ഷെ ഈശോ പിന്നീട് തൻ്റെ മഹനീയമായ ഉയർപ്പിലൂടെ ഈ ചോദ്യങ്ങൾക്കും ഈ സംശയങ്ങൾക്കും എല്ലാം മറുപടി കൊടുക്കുകയായിരുന്നു. ചില ചോദ്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു. ഏതേത് ചോദ്യങ്ങൾക്കാണ് നമ്മൾ ജീവിതം കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് മറുപടി പറയേണ്ടതെന്ന് ചിന്തിക്കണം. നമ്മുടെ കൂദാശകളിൽ പല അവസരങ്ങളിലും സുപ്രധാനമായ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. മാമോദീസായിൽ ചോദിക്കുന്നു, നീ പിശാചിനെ ഉപേക്ഷിക്കുന്നു, അവൻ്റെ ആഡംബരങ്ങളെ ഉപേക്ഷിക്കുന്നു. മനസ്സമ്മതത്തിന് വരനും വധുവും വന്നു നിൽക്കുമ്പോൾ ചോദിക്കുന്നു, നിശ്ചിത സമയത്ത് ഇയാളെ സ്വീകരിക്കാൻ തയ്യാറാണോ? വിവാഹ ദിവസം ചോദ്യങ്ങളുണ്ട്, ഇന്നയാളെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണോ, ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറാണോ? ഇതൊന്നും അവിടെ വെച്ച് ഒരു വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കേണ്ട ഉത്തരങ്ങളല്ല, മറിച്ച് ജീവിതം കൊണ്ട് തെളിയിക്കേണ്ട, ജീവിതം കൊണ്ട് ജീവിച്ച് കാണിക്കേണ്ട ഉത്തരങ്ങളാണ്. ഇത്തരം ഒരു ഉത്തരമാണ് നമ്മളും ജീവിതം കൊണ്ട്, വിശുദ്ധമായ ജീവിതം കൊണ്ട് കൊടുക്കേണ്ടതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഓരോ ദൈവവിളി ദൈവം നമുക്ക് തരുന്നതും ഓരോ ചോദ്യമാണ്. അതിനുള്ള ഉത്തരം ഒരു ജീവിതകാലം കൊണ്ട് അതിൽ വിശുദ്ധമായി നിന്ന് ജീവിച്ച് കാണിച്ച് നമ്മൾ കൊടുക്കേണ്ട മറുപടികളുമാണ്. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന കാര്യങ്ങളെ, നമ്മുടെ ദൈവവിളിയാകുന്ന ചോദ്യത്തെ എങ്ങനെ നമ്മൾ ഉത്തരം കൊടുക്കുന്നു, ആ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം കൊടുക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആണോ, അതോ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് ജീവിതത്തിൽ ഇല്ലാതെ പോകുന്ന ഉത്തരങ്ങളും മറുപടികളുമാണോ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ആത്മശോധന ചെയ്യാം. മൂന്നാമത്തെ ഒരു ചിന്ത നമ്മൾ കാണുന്നത് പത്രോസിന്റെ മറുപടിയിലാണ്. 3 തവണ ചോദിക്കുമ്പോഴും ആദ്യ 2 തവണ ഒരുപക്ഷെ പത്രോസ് സാധാരണ രീതിയിൽ ഉത്തരം പറയുന്നു. 3-ാമത്തെ തവണ പത്രോസ് പറയുന്നു, കർത്താവേ നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്നും അറിയുന്നു. ചോദ്യം ആവർത്തിക്കപ്പെട്ടപ്പോൾ പത്രോസിന് മനസ്സിലായി ഇത് സാധാരണ ചോദ്യമല്ല, അല്ലെങ്കിൽ ഒരു സാധാരണ മറുപടിയല്ല ഈശോ പ്രതീക്ഷിക്കുന്നത്. ഇത് പറയുമ്പോൾ, ഈ ഉത്തരം പറയുമ്പോൾ പത്രോസിന്റെ മനസ്സിലുള്ളത് താൻ ശിഷ്യന്മാരുടെ തലവനാണെന്ന ചിന്തയല്ല. വിശ്വാസ പ്രഖ്യാപനം വലിയ ഗർവോടെ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് നടത്തിയ ആളാണെന്ന ഒരു തൻ്റെ ഇടമല്ല. താബോർ മലയിൽ ഈശോയുടെ രൂപാന്തരീകരണം കണ്ട, അതിന് ഭാഗ്യം കിട്ടിയ ആളാണെന്ന ഭാവമായിരുന്നില്ല. മറിച്ച് ഈശോയുടെ അനുവാദത്തോടെ വെള്ളത്തിന് മുകളിലൂടെ നടക്കാനുള്ള ഒരവസരം കിട്ടിയ ആളാണെന്ന ചിന്തയൊന്നുമല്ല. ഇത്തരം അല്ലെങ്കിൽ വലിയൊരു മീൻപിടുത്തം നടത്തിയ ആളാണ്. അങ്ങനെ വലിയ വിജയങ്ങളുടെയും ഗർവുകളുടെയും ഒന്നും ഭാവമായിരുന്നില്ല. മറിച്ച് ഈശോയുടെ കൂടെ നിൽക്കേണ്ടിയിരുന്ന ഒരു സമയത്ത് അതിന് പറ്റാനാകാതെ ഈശോയെ 3 തവണ തള്ളിപ്പറയേണ്ടി വന്ന ബലഹീനനായ മനുഷ്യനാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് വളരെ എളിമയോടെ, നിസ്സാരതയുടെ ആ ഭാവം മനസ്സിലാക്കി, ഈശോയുടെ ശക്തിയില്ലെങ്കിൽ ഒന്നിനും പ്രാപ്തനല്ലെന്ന ബോധ്യത്തോടെയുള്ള ഭാവമായിരുന്നു. ഈ എളിമയുടെ വിശുദ്ധമായ മനസ്സിലാണ് ഈശോ പത്രോസിൻ സഭയെ ഏൽപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഗർവുകളിലല്ല, അഹങ്കാരങ്ങളിലല്ല, താൻപോരിമയിലല്ല, മറിച്ച് എളിമയിലും
നന്മയിലും ദൈവാശ്രയ ബോധത്തിലുമാണ് ദൈവം നമ്മളെ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. നമ്മളും ഏറ്റെടുത്തിരിക്കുന്ന ജീവിത ദൈവവിളികൾ, ഉത്തരവാദിത്വങ്ങളിൽ നമുക്ക് കഴിവതും എളിമയോടുകൂടി ആയിരിക്കാൻ, മൺപാത്രങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്ന വലിയ നിധിയാണിതെന്ന ബോധ്യത്തിൽ ദൈവം ഏൽപ്പിച്ച ദൈവവിളികൾ എളിമയോടെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടവരും ദൈവദാനമാണെന്ന് മനസ്സിലാക്കേണ്ടവരുമാണെന്നുള്ള വലിയൊരു ബോധ്യം കൂടിയാണ് പത്രോസ് എന്ന ജീവിതം കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാം. വിശുദ്ധ പത്രോസിന്റെ സ്വർഗീയമായ മാധ്യസ്ഥം നമ്മളെ സഹായിക്കട്ടെ. പത്രോസിനെ പോലെ ജീവിതത്തിൽ ലഭിക്കുന്ന ചോദ്യങ്ങളെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ടല്ലാതെ ജീവിതം കൊണ്ട് മറുപടി പറയാൻ നമുക്ക് സാധിക്കട്ടെ. ഈ അനുഗ്രഹീത ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.